ആമേൻ ആമേൻ. യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, സങ്കീർത്തനം 27:3, ഒരു സൈന്യം തന്നെ എനിക്കെതിരെ പാളയമടിച്ചാലും എൻ്റെ ഹൃദയം ഭയമറിയുകയില്ല. എനിക്കെതിരെ ഒരു യുദ്ധമുണ്ടായാലും ഞാൻ ആത്മധൈര്യം കൈവെടിയുകയില്ല. ഒരാളല്ല, ഒരു പടയാളിയല്ല, പടക്കോപ്പുമായി ഒരു മനുഷ്യനല്ല, ഒരു മഹാസൈന്യം, ഒറ്റയാൾ പട്ടാളമായി എനിക്കെതിരെ 10,000 സൈന്യം അണിചേർന്നാലും എൻ്റെ ഹൃദയം ഭയം അറിയുകയില്ല. രാജ്യത്തിനെതിരെ എന്ന വണ്ണമല്ല, എന്നെ തേടി ഒരു ശത്രു രാജ്യം വരികയാണ്. ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ പോരാടുന്ന പോലെ അല്ല ഇത്. എനിക്കെതിരെ എനിക്കെതിരെ ഒരു യുദ്ധം ഉണ്ടാകുക, ഒരു വലിയ പ്രശ്നം എനിക്കെതിരെ ഉണ്ടാകുകയാണ്. ഞാൻ തീർന്നില്ലേ? അതോടുകൂടി എൻ്റെ ചരിത്രം കീറിയില്ലേ? എൻ്റെ ജീവിതം പോയില്ലേ? അങ്ങനെ എനിക്കെതിരെ ഒരു യുദ്ധം ഉണ്ടായാൽ പോലും ആത്മധൈര്യം കൈവിടാതിരിക്കത്തക്ക വിധം എൻ്റെ ആത്മാവിൽ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. ആത്മാവിലെ ഈ സാന്നിധ്യം നമ്മൾ കൈവെടിയാത്തിടത്തോളം നമുക്ക് നഷ്ടപ്പെടില്ല. കർത്താവിൻ്റെ ഈ സാന്നിധ്യം ഈ മഹാസങ്കട കൊടുങ്കാറ്റിൻ്റെ അകത്തും നമ്മുടെ ഉള്ളിൽ കിടക്കും. ആത്മാവിലുള്ള ഈ ദൈവ സാന്നിധ്യം നീ കൊടഞ്ഞു കളഞ്ഞില്ലെങ്കിൽ ഈ സാന്നിധ്യം നിന്നെ തേടി വരും, നിന്നെയും കൊണ്ടുപോകും, പറന്നു പോകും. ഈ സാന്നിധ്യം നിന്നെ രക്ഷിക്കും. ഈ സാന്നിധ്യത്തെ മനസ്സറിഞ്ഞ് മനഃപൂർവ്വം കൈവിട്ട് കളയരുത്. ആമേൻ ആമേൻ ആമേൻ.